നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങോട്ട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ അങ്ങോട്ട് സംസാരിക്കും. അത് സേതുവല്ല, അതില് വലിയ പുള്ളിയായാലും വേണുവിന് അങ്ങനെ സംസാരിച്ച ശീലം. ആ ശീലങ്ങളൊന്നും സേതുവിനോട് ഇറക്കണ്ട. ഞാനേ ആളിത്തിരി പെശക. അത് നിന്റെ നാട്ടിൽ ചെലവാക്കിയാ മതി. ചെറിയമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ. അല്ല, എന്താ രാജു, നീ ആരോട് യാത്ര പറയുന്നില്ലേ? രാജു വാ. എന്താ നിനക്ക് പറയാനുള്ളതെന്ന് എനിക്കറിയാം. ഇവിടെ ഇനി നിന്റെ വാശി ഒന്നും നടക്കാൻ പോകുന്നില്ല രമ്യ. നിന്റെ ഈ വകതിരിവില്ലാത്ത ആഗ്രഹങ്ങളുടെയും നിനക്ക് ഈ വീട്ടുകാരോടുള്ള സിമ്പതിയും കൊണ്ടാ രുക്മിണിക്കും അളിയനും ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. ഇവിടെ ഇനി എന്ത് നടക്കണമെന്ന് ഈ വെട്ടിയാർ സേതു തീരുമാനിക്കും. അമ്മയുടെ വാക്കും കേട്ട് അമ്മ അവനെ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇവരിവിടുന്ന് ഒഴിഞ്ഞു പോയ പുതിയ വാടകക്കാരെ അമ്മാവും കൊണ്ടു തരുമോ? എല്ലാ മാസവും കൃത്യമായി വാടക തന്ന് വീട് വൃത്തിയായി നോക്കുന്ന മാന്യമായി ജീവിക്കുന്ന ആളുകളാ ഇവര്. ഒരു വാശിയുടെ പുറത്ത് ഇവരെ ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഈ നാട്ടില് വീട് വാടകയ്ക്കെടുക്കാൻ ആളെ കിട്ടാനല്ലേ പ്രയാസം. പിന്നെ കൃത്യമായി കിട്ടുന്ന വാടക. എടീ, പല മാസങ്ങളിലും നീ അളിയന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ഈ വീട്ടിലെ മൂത്ത പെണ്ണിന്റെ കൈ കൊടുത്ത് ആ കാശ് തന്നെയല്ലേ വാടക എന്ന രൂപത്തിൽ രുക്മിണിയുടെ കൈ കൊടുത്തോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വാടക കാശ് നീ വാങ്ങി ചെലവാക്കിയെന്ന് പറയും അല്ലേ? പിന്നെ ഇവരുടെ മാന്യത. കുടുംബത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു അന്തരി ഇപ്പൊ ഇവരുടെ കുടുംബത്തിലായി. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ. ഒന്ന് മാറി നിൽക്കണേ. എന്താ നിങ്ങൾ ഇവിടെ ഇത്ര ഒച്ചപ്പാടുണ്ടാക്കണേ? എഗ്രിമെന്റ് തീരാൻ സമയമായി. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. അതിനാണ് വീടിന്റെ മുമ്പിൽ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത്. ഇതെന്റെ പെങ്ങടെ വീടാ. ഞാൻ ഈ വീട്ടിന്റെ മുന്നിൽ നിന്ന് ബഹളം വെച്ചെന്നും എനിക്ക് തോന്നുന്ന പലതും ചെയ്തെന്നും ഇരിക്കും. അതെന്റെ സൗകര്യ. വാടകക്കാരൻ സംസാരിക്കുന്ന രീതി സംസാരിച്ചാൽ മതി. വീടിന്റെ ഉടമസ്ഥയുടെ ചേട്ടനോട് വാടകക്കാരിങ്ങനെ സംസാരിക്കുന്ന എഗ്രിമെന്റിലുണ്ടായിരുന്ന? ഇല്ല. ഇങ്ങോട്ട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ അങ്ങോട്ട് സംസാരിക്കും. അത് സേതുവല്ല, അതില് വലിയ പുള്ളിയായാലും വേണുവിന് അങ്ങനെ സംസാരിച്ച ശീലം. ആ ശീലങ്ങളൊന്നും സേതുവിനോട് ഇറക്കണ്ട. ഞാനേ ആളിത്തിരി പെശക. അത് നിന്റെ നാട്ടിൽ ചെലവാക്കിയാ മതി. ഇവിടെ ഇറക്കാൻ നോക്കിയാ നീ വിവരം അറിയും. എന്താ നിനക്ക് സംശയമുണ്ടോ? എങ്കിലതൊന്ന് കാണണമല്ലോ. സേതു, എഗ്രിമെന്റ് തീരാൻ ഇനി ദിവസങ്ങളില്ലേ? നിങ്ങൾക്ക് തരാനുള്ള കാശ് ഞങ്ങൾ തിരിച്ചു തരാന്നും പറഞ്ഞതല്ലേ? പറഞ്ഞ ദിവസം ഞങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഇടപാടുകളെല്ലാം തീർത്തോളാം. ദേവി, ഇത് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്നുമില്ലെങ്കിലും വേണിച്ചേട്ടന്റെ പ്രായത്തിനെങ്കിലും ഒരു ബഹുമാനം കൊടുത്ത് സംസാരിച്ചൂടെ? എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ ഞങ്ങള്. പിരിയുമ്പോഴും സന്തോഷത്തോടെ പിരിയുന്നതല്ലേ നല്ലത്? ഓ, പിന്നെ നിങ്ങളോട് സന്ധി ചേർന്നുള്ള ഒരു സന്തോഷവും ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ? പറഞ്ഞ ദിവസം കൃത്യം കാശ് മുഴുവൻ തന്ന് പെട്ടിയും കിടക്കെ എടുത്തോണ്ടേ ഇവിടെ നിറയിക്കോണം. ഇറങ്ങിക്കൊള്ളാം. നാട്ടുകാരിയാക്കി വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ സേതു? ഞങ്ങളെ നാണം കെടുത്താതെ ഇപ്പൊ ഇവിടുന്ന് പോവും സേതു. നാണക്കേടോ? ആർക്ക്? നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഇതിന് നാണോ മാനോ ഒക്കെ ഉണ്ടോ? വേണുവേട്ടനൊന്നും പറയണ്ട. ഞാനല്ലേ സേതുവിനോട് സംസാരിക്കുന്നത്. വേണുവേട്ടൻ മിണ്ടാ നിൽക്ക. സേതു, ഈ മനുഷ്യൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നേ ഉള്ളൂ. ഈ പാവത്തിന്റെ മനസ്സ് നിറയെ വിഷമമാണ്. സങ്കടം കൊണ്ട് ഇദ്ദേഹം ഓരോന്ന് പറഞ്ഞു പോകുന്നതാ.
എഗ്രിമെന്റ് തീരുന്ന ഡേറ്റിന് തരാനുള്ളതെല്ലാം തന്ന് ഇടപാട് ഞങ്ങൾ തീർത്തില്ലെങ്കിൽ സേതുവിന് എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്യാം. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ അപമാനിക്കുകയോ ഇറക്കി വിടുകയോ എന്താന്ന് വെച്ചാ. ഇപ്പൊ ഇവിടുന്ന് പോണം. ഇതൊരപേക്ഷയാണ്. ഓ, അങ്ങനെ ഞാൻ നിങ്ങളെ ഇറക്കി വിടുന്ന വരെ കാത്തിരിക്കാനല്ലേ? എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത് ഈ പറഞ്ഞ പ്രായമുള്ള ആളല്ലേ? വയസ്സാം കാലത്ത് ഈ കിളവനെ വെറുതെ ജയിലിൽ കിടത്തണ്ടെങ്കിൽ എന്റെ പെങ്ങക്ക് കൊടുക്കേണ്ട കാശ് ഉണ്ടാക്കി വച്ചോണം. മനസ്സിലായോ? മനസ്സിലായി. എല്ലാ ഇടപാടുകളും തീർന്നിട്ട് ഈ നാട്ടിൽ സേതു വിചാരിച്ചാലും ചിലതൊക്കെ നടക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. രാധമ്മേ, നീ അവിടെ എന്ത് കാണാൻ നിക്കാടി? അവിടെ ഒരു രാധമ്മ. ഥു. ഇങ്ങോട്ട് ഓടി. മോള് പൊയ്ക്കോ. വേണുട്ടാ, എന്താ? ആയ കാലത്ത് സമ്പാദിക്കാൻ ശ്രമിക്കാതെ ഓടിയതൊക്കെ തെറ്റായി പോയല്ലോ രാധമ്മ. ഒരു കിടപ്പാട് ഉണ്ടാക്കാൻ പറ്റാത്തവനായി പോയില്ലേ ഞാൻ. നിങ്ങളിങ്ങനെ വിഷമിക്കാതെ. അതൊക്കെ നമ്മുടെ വിധിയല്ലേ. അല്ലാതെ കഷ്ടപ്പെടാഞ്ഞിട്ടോ ശ്രമിക്കാഞ്ഞിട്ടോ ആണോ? എങ്ങനെയെങ്കിലും ആ കാശ് കൊടുക്കണം. ഇത്രയും കാശ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെ ശരിയാക്കും വേണുട്ടാ? ആലോചിച്ചിട്ട് ഒരു എത്തുമ്പിടിയും കിട്ടണില്ലേടി. വർമ്മ സാറിനോട് അത് പാടില്ല രാധമ്മേ. അദ്ദേഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടായിട്ടും എല്ലാം സഹിച്ചും ക്ഷമിച്ചും സമാധാനിക്കുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ പ്രാരാബ്ധമായി ചെന്ന് യാചിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. പ്രതികാമാരത്തിനും അതൊരു കുറച്ചിലാവും. ദൈവം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എന്താ വേണുട്ടാ? എന്തു പറ്റി? ഒന്നുമില്ല. നീ എന്റെ ഷർട്ടും കൊണ്ടൊന്ന് എടുത്തു വെക്കി. ശരി അച്ഛൻ. എവിടേക്കാ? എവിടുന്നെങ്കിലും രുക്മിണിക്ക് കൊടുക്കാനുള്ള കാശുണ്ടാക്കണം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള കാലമായി രാധമ്മേ. എന്നെങ്കിലും ഒരിക്കല് ഇത് സ്വന്തമായി രാജുവിന്റെ പേരിൽ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.